സംരംഭത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്കിന്ന് ആപ്പിൾ അച്ചാറിട്ടാലോ? പുറത്ത് നിന്ന് ഞാൻ പറയുമ്പോൾ ഭയങ്കര മഴയാണ്, ഇടിയാണ്, മഴയാണ്. ഇപ്പോൾ നേരത്തെ ഓരോ ദിവസവും നേരത്തെ മഴ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തുലാമഴയാണെന്നാണ് തോന്നുന്നത്. ഭയങ്കര ഇടിവെട്ടലും മഴയൊക്കെ ആയത് കാരണം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് ഈ ആപ്പിളിനെ കൊണ്ട് നമുക്കൊരു അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ആപ്പിൾ അച്ചാറിടുന്ന വീഡിയോ നമുക്ക് എങ്ങനെയൊന്ന് നോക്കാതെ അപ്പോൾ അത് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ആപ്പിളിനെ എല്ലാം കഷ്ണമാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. എന്തിനാ? ആപ്പിൾ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു, അച്ചാറല്ലേ. പിന്നെ അത് പൊട്ടി തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുത്തേ. ഉലുവ പൊട്ടി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം മൂത്ത് വരട്ടെ. പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിൽ നമുക്കിതങ്ങ് ആക്കിയെടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ ഇച്ചിരി അച്ചാർ പൊടിയും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിട്ട് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് മൂപ്പിച്ച് തീ സിമ്മിലിടണം. എന്നിട്ട് നമുക്കിതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മുടെ ആപ്പിളിനെ ഇട്ട് കൊടുക്കണം. ഗ്രീൻ ആപ്പിൾ ഇട്ട് കൊടുത്ത് ഇനി എല്ലാത്തിനും കൂടെ കൂട്ടി ഇളക്കി. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പ്. ഓരോരുത്തർ ആപ്പിൾ എടുക്കുന്നത് എത്രയാണോ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ പച്ചമാങ്ങയൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞിട്ടേക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇങ്ങനെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് സിമ്മിലിടുക. നല്ല ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒരു 6 ടീസ്പൂൺ കാണുമായിരിക്കും വിനാഗിരി ഒഴിച്ച് കൊടുത്തു. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇട്ട് ഞാൻ ചൂടാക്കുന്നില്ല. ഇനി നമ്മൾ ലാസ്റ്റ് നമുക്കൊരു കുഞ്ഞ് സ്പൂണിനൊരു 1/4 ടീസ്പൂൺ കായം ഇടാം. ഇച്ചിരി അച്ചാർ പൊടി ഇട്ടിട്ടുള്ളത് കാരണം കായം ഒത്തിരി വേണ്ട. അച്ചാർ പൊടിക്കകത്ത് കായമൊക്കെ അടങ്ങിയതല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി. ഇനി ഇതിനകത്തൊന്നും ചേർക്കാനില്ല, എല്ലാം റെഡിയായി. ഇനി നമ്മൾ ഒത്തിരി വേവിക്കുന്നില്ല ഇട്ട്. അപ്പം നമ്മുടെ ഈ അച്ചാർ ഇവിടെ റെഡിയായി. ഗ്രീൻ ആപ്പിൾ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ ഈ അച്ചാർ എന്നാണെന്നറിയാമോ? ഇത് ഇട്ട ഉടനെ തന്നെ എടുത്ത് ഉപയോഗിക്കരുത്. ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഇത് കൂട്ടാൻ തുടങ്ങാവുള്ളൂ, കഴിക്കാൻ തുടങ്ങാവുള്ളൂ. പിന്നെ ഇതിന് നല്ലൊരു ഭരണിയിലോ ഗ്ലാസ് ജാറിലോ പെപ്പിയിലോ എന്തിലൊക്കെ ഇട്ട് നല്ല ഭദ്രമായിട്ട് അടച്ച് വെക്കുക. ഇനി ഒരു കാര്യമുണ്ട്, കുറേ നാൾ അധികം ഇരിക്കണം എന്നുള്ളൊരു നല്ലെണ്ണയിൽ ഇടണം കേട്ടോ. 1 മാസത്തിനുള്ളിൽ തീർക്കാവുന്നുള്ളവരൊക്കെ വെളിച്ചെണ്ണയിൽ ഇടാവുള്ളേ. ഞാനിപ്പോൾ ഇവിടെ 2 ആപ്പിളാണ് എടുത്ത് അച്ചാറിട്ടത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് 1 മാസം പോലും ഇത് ഇരിക്കത്തില്ല. ഈ പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്നൊക്കെ കൊണ്ടുപോയി കൂട്ടിയൊക്കെ അങ്ങ് തീരും. അത് കാരണം പിന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ അത് കാരണം ഇട്ടത്. വെളിച്ചെണ്ണ ഇടുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ട് നല്ലെണ്ണയെക്കാളും. അധികം നാല് പഴക്കത്തിന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഇടണം കേട്ടോ. നല്ലെണ്ണയിൽ ഇടുന്നതാണ് നല്ലത്. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. കഴിയുന്നത്ര നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.